നമ്മുടെ എന്തായിരുന്നു നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഒരു സെക്ഷനും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് അല്ലേ. അപ്പൊ അത് ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന എന്താണ്, നമ്മൾ ലിറ്ററേച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ എന്താണ്, ലിറ്ററേച്ചറിന് സംഭവിച്ച കുറച്ച് താഴ്ചകളും ഉയർച്ചകളും അല്ലെ, പല പല സെക്ഷനുകളിൽ, അതായത് ഓരോ സമയത്തിന്റെ കാലത്തിന്റെ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേ എന്നാണ് നോക്കുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ കാലത്ത് ഈ ലിറ്ററേച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ ഏതൊക്കെ അവസ്ഥയിലാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്നത് അല്ലെ. അപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഫിലിംസുകൾ അല്ലെ, അങ്ങനെയുള്ള ഫിലിംസുകൾ, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർമാൻ സീരീസ് ഒക്കെ ഉണ്ട് അല്ലെ. സൂപ്പർമാൻ, അങ്ങനെ കുറെ സൂപ്പർ ഹീറോസിന്റെ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് പോപ്പുലർ റൈറ്റിംഗ്സ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു സെക്ഷനൊക്കെ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ, അതിന്റെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഹിസ്റ്ററി തൊട്ട് അല്ലെ, ലിറ്ററേച്ചർ എങ്ങനെയൊക്കെയാണ് പോപ്പുലർ ആയി തീർന്നത് എന്ന് തൊട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് പറയുന്നത്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് പബ്ലിഷിംഗ് and changing readership have caused iconic changes in very nature of text. അതായത് നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിലെ ടെക്സ്റ്റുകളുടെ സ്വഭാവത്തെയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ടെക്നോളജിയുടെ ചേഞ്ച് കൊണ്ട് നമ്മുടെ ലിറ്ററേച്ചറിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. In this chapter we will study some key developments in the field of popular literature. അപ്പൊ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആ ഒരു മാറ്റങ്ങൾ സംഭവിച്ച് പോപ്പുലർ ലിറ്ററേച്ചർ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ മോഡേൺ വേൾഡിനെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ നമുക്ക് ഹിസ്റ്ററി നമുക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അല്ലെ, എങ്ങനെയാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, പോപ്പുലർ ലിറ്ററേച്ചർ വാസ് ഡിസ്മിസ്ഡ് ആസ് എ ഫോർമുലിക് ഓർ റിഡക്റ്റീവ് ഇൻ നേച്ചർ. ആദ്യകാലത്ത് ഇത് അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒന്നല്ല അല്ലെ, ജനപ്രിയമായിട്ടുള്ള വർക്കുകളൊക്കെ വളരെ കുറവായിരുന്നു. ക്രിട്ടിക്സ് സെഡ് പോപ്പുലർ ടെക്സ്റ്റ്സ് ഡിഡ് നോട്ട് മെറിറ്റ് റിഗറസ് ക്രിട്ടിക്കൽ സ്റ്റഡി. അപ്പൊ ക്രിട്ടിക്സിന്റെ അഭിപ്രായത്തിൽ ഈ പോപ്പുലർ ടെക്സ്റ്റുകളൊക്കെ എന്താണ്, അത്ര അധികം വിമർശിക്കാനായിട്ട് ആവശ്യമുള്ള ടെക്സ്റ്റുകളല്ല അല്ലെ, അത് അത്ര വിമർശനാത്മകമായിട്ട് നമ്മൾ സമീപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ക്രിട്ടിക്സിന്റെ അഭിപ്രായം. In the 19th century, Matthew Arnold established a binary between popular and culture. മാത്യു അർണോൾഡ് ഒരു 19ാം നൂറ്റാണ്ടിലൊക്കെ അദ്ദേഹം ഈ പോപ്പുലറും കൾച്ചറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ എന്താണ്, കൾച്ചർ എന്താണ്, അത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. He blamed popular literature for the growing social decay in London and cultural works written by canonical authors like John Milton and William Shakespeare could educate and enlighten the people. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ നമ്മുടെ സോഷ്യൽ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു അപജയത്തിന് കാരണമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ നമ്മുടെ ഈ ജോൺ മിൽട്ടനും വില്യം ഷേക്സ്പിയർ പോലെയുള്ള കാനോനിക്കൽ റൈറ്റേഴ്സ് അല്ലെ, അതായത് എല്ലാ കാലവും പ്രസിദ്ധി ആർജിച്ച വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഓതേഴ്സിനെയാണ് നമ്മൾ ഈ കാനോനിക്കൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്, അവര് അവരുടെ വർക്കുകൾ കൊണ്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ എൻലൈറ്റൻ അല്ലെ, അവരെ പ്രബുദ്ധരാക്കാനൊക്കെ അവരുടെ വർക്കുകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പോപ്പുലർ ലിറ്ററേച്ചറിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ക്രിട്ടിക്സ് പറയുന്നത്. The intellectuals of the Frankfurt School also had a similar stand. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ആ ഒരു സമീപനം ഉള്ള ആ ഒരു ചിന്തകന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, അവരും ഒരു കൾച്ചറൽ ഇൻഡസ്ട്രി
to refer all products of popular culture including literature, music and television. അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടി എൻലാർജ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കൾച്ചർ ഇൻഡസ്ട്രി എന്നൊരു പദമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, ടെലിവിഷൻ പരമ്പരകൾ, അങ്ങനെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു ടേം കോയിൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കൾച്ചർ ഇൻഡസ്ട്രി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തിയോഡർ അർണോഡോ ബിലീവ് ദാറ്റ് popular culture was governed by the logic of portability and had lost any sense of artistic autonomy. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, തിയോഡർ അർണോഡോയുടെ അഭിപ്രായത്തിൽ, ഈ പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമായിട്ട് തീർന്നിരിക്കുന്നു. He suggested that products of popular culture strengthened existing status quo and numbered the people into cultural, social and political submission. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ പോപ്പുലർ കൾച്ചർ എന്ത് വേണം? അതിന്റെ പ്രോഡക്റ്റുകൾ, അതായത് ടെക്സ്റ്റും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസും എല്ലാം എന്തായിരിക്കണം? ജനങ്ങളെ എന്തിലേക്ക് കൊണ്ടുവരണം? അവർക്കൊരു ഉണർവ് കൊടുക്കുന്നതായിരിക്കണം. ഏതൊക്കെ മേഖലകളിൽ? കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സബ്മിഷൻ, എല്ലാത്തിനും അവർക്ക് ഒരു ഉണർവ് കൊടുക്കുന്നതായിരിക്കും ഈ പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ പോപ്പുലർ ലിറ്ററേച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. However, due to several factors, critical understanding of popular literature has changed radically over the years. പിന്നെ എന്താണ്, നമ്മുടെ ഈ ക്രിട്ടിക്സിന് ഈ പോപ്പുലർ കൾച്ചർ ഒരുപാട് ധാരണകൾ, അല്ലെ, അവരുടെ ധാരണകൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ യുഗങ്ങൾ കഴിയുമ്പോൾ, ഓരോ സെഞ്ചുറീസ് വരുമ്പോഴും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു. The formulaic nature of certain genres, popular fiction like detective fiction and science fiction, made them ideal for a structural study. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ ജോണറുകൾ, അല്ലെ, എന്തൊക്കെയാണ്? ഡിറ്റക്റ്റീവ് കഥകൾ, അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ കഥകൾ, അങ്ങനെയുള്ള ഓരോ ജോണേഴ്സ് ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ പഠിക്കാനുള്ള ഒരു സാധ്യതകൾ വളരെയേറെ വന്നുകൊണ്ടിരുന്നു. According to Dominic Strivandi, അപ്പൊ ഈ ഡൊമിനിക് സ്ട്രിവാൻഡിയുടെ അഭിപ്രായത്തിൽ എന്താണ്? There are no longer any agreed or inviolable criteria which can serve to differentiate art from popular culture. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കൾച്ചറും ഒരു പോപ്പുലർ ആർട്ടും നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രണ്ടും വളരെയധികം മിങ്കിൾ ചെയ്തിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. This development gave a huge impetus to the field of popular literature, which saw a major phase of growth and renewal. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഒരു വികാസം അല്ലെങ്കിൽ ഈ ഒരു വളർച്ച ആ പോപ്പുലർ ലിറ്ററേച്ചറിനെ പല പല മേഖലകളിലേക്കും എത്തിക്കുന്നതിന് സഹായകമായി, അല്ലെ? അപ്പൊ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ നമ്മൾ വേർതിരിച്ച് കാണാതെ ഒരു കൾച്ചർ ഇൻഡസ്ട്രി എന്നൊരു പദത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് കൊണ്ട് ഈ പോപ്പുലർ ആയിട്ടുള്ള വർക്കുകളെ കൂടുതലായിട്ട് ജനങ്ങൾ അറിയാനും പോപ്പുലർ ലിറ്ററേച്ചറിന് പുതിയൊരു മുഖം റിന്യൂവൽ ചെയ്യാൻ, അല്ലെ, നമ്മൾ പുതുക്കിയെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നാണ് പറയുന്നത്. New forms of writing emerged while certain traditional ones were redefined to fit the need of the present generation. These shifts were felt both in the content and the form of popular literature. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്? ഒരു പുതിയ രീതിയിലുള്ള റൈറ്റിംഗ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ, അല്ലെ, പണ്ടത്തെ ആ ലിറ്ററേച്ചറിനെയൊക്കെ എന്താണ് താഴ്ന്ന് അല്ലെങ്കിൽ അപജയം സംഭവിച്ചു, ക്ഷയം സംഭവിച്ചുകൊണ്ടിരുന്ന ആ നിന്ന് ഉയർത്ത് എണീക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ടാണ് പറയപ്പെടുന്നത്. ന്യൂ ഫോംസ് ഓഫ് റൈറ്റിംഗ്സ് എമേർജ്ഡ്, പുതിയ രീതിയിലുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. പിന്നെ എന്താണ്? While certain traditional ones were redefined to fit the need of the present generation. അതുപോലെ തന്നെ പുതിയ തലമുറയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുതിയ റീഡേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ടേസ്റ്റിനൊക്കെ പാകമാകുന്ന രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ പുതിയ പുതിയ വർക്കുകളിൽ വന്നുകൊണ്ടിരുന്നു. These shifts were built both in the content and the form of popular literature. അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിലെ കണ്ടന്റിലും അതിന്റെ ആ ഒരു ഫോമിലും അതിന്റെ ഒരു സ്റ്റൈലിലും ഒക്കെ പുതിയ ആൾക്കാരെ ആകർഷിക്കുന്നതിനും അവരുടെ ഒരു സ്റ്റൈലിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് ഈ ഒരു ലിറ്ററേച്ചർ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ മാറി പോപ്പുലർ ലിറ്ററേച്ചറിന് ഇന്നത്തെ ഒരു രൂപം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിഷ്വൽ ടേണിംഗ് പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഒക്കെ കൂടുതലായിട്ടും വിഷ്വൽ, അല്ലെ, അതായത് ദൃശ്യം മികവോട് കൂടി വന്നത് ഏത് സമയത്താണെന്നാണ് പറയുന്നത് കേട്ടോ. Visual forms of storytelling like comics and cartoons now played an authoritative role in the literary domain. അപ്പൊ നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മുടെ വിഷ്വൽ ആ ഒരു കാര്യത്തിന്, അല്ലെ, ഒരു ദൃശ്യ മികവിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്, അല്ലെ. അപ്പൊ ഈ കാർട്ടൂണും അതുപോലെയുള്ള നമ്മൾ പണ്ട് ബാലരമയൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ കടകളിൽ മേടിച്ച് വായിച്ചു, അല്ലെ. അതിന്റെ
എന്താണ് ദൃശ്യാവിഷ്കാരം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് എങ്ങനെയാണ്, അവർക്കത് വായിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ബാലരമ അങ്ങനെയുള്ള കാർട്ടൂണുകളൊക്കെ കുട്ടികൾക്ക് പ്രിയപ്പെട്ടത് അത് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാണ്, വിഷ്വൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഈ വിഷ്വൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു നോ ഇറ്റ്സ് ഹിസ്റ്ററി വി ക്യാൻ റെഫർ ടു സ്കോട്ട് മക്നൗഡ്സ് പയനറിംഗ് വർക്ക് ഓൺ കോമിക്സ് അല്ലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് കോമിക്സ് എന്ന് പറയുന്ന ഒരു വർക്ക്, അതുപോലെ തന്നെ ദ ഇൻവിസിബിൾ ആർട്ട് വിച്ച് ഡിഫൈൻസ് ദി കോമിക് ഫോമാസ് ജൂക്സ്റ്റാപ്പോസ് പിക്ടോറിയൽ ആൻഡ് അതർ ഇമേജസ് ഇൻ ഡെലിബറേറ്റ് സീക്വൻസ്. അതായത് വളരെ ജാഗ്രതയോട് കൂടിയുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കണം എന്നാണ് ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ഇൻവിസിബിൾ ആർട്ട് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് കോമിക്സ് എന്ന് പറയുന്ന ബുക്കിൽ നമ്മുടെ ഈ മക്ലൗഡ്സ് പറയുന്നത്. ഓക്കെ, ഇനി മക്ലൗഡ്സ് ഹാസ് ട്രേസ്ഡ് എ ഫോർമൽ ഹിസ്റ്ററി ഓഫ് ദ മീഡിയം. അപ്പോൾ ഈ അദ്ദേഹം ഈ ഒരു മീഡിയം വിഷ്വലിനെ നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടെ പോപ്പുലർ ആക്കാനായിട്ടുള്ള കുറച്ച് എന്താണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നാണ് അദ്ദേഹം ആ ബുക്കിലൂടെ പറയുന്നത്. ഇനി അടുത്ത എന്താണ്, ദി ഗോൾഡൻ ഏജ് ഓഫ് ദ കോമിക് ബുക്ക് സ്റ്റാർട്ടഡ് ഇൻ 1938. അതുപോലെ തന്നെ നമ്മുടെ കോമിക് ബുക്കിന് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 1938-കളിലാണ് അല്ലെ, 1938-കളിലാണ് ഇൻ ദ ഡിബേറ്റ് ഓഫ് ദ സൂപ്പർമാൻ സീരീസ്. നമ്മുടെ സൂപ്പർമാൻ എന്ന് പറയുന്ന കോമിക് അല്ലെങ്കിൽ ആ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് വളരെ ഫേമസ് ആണ് അല്ലെ. സൂപ്പർമാന്റെ ബുക്സും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ബുക്സിനേക്കാൾ കൂടുതലായിട്ട് പോപ്പുലർ ആക്കാനായിട്ട് ഈ ഒരു വിഷ്വൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലെ. Two American comic book companies merged to create what is now known as DC Comics. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർമാൻ സീരീസിനൊക്കെ ഇത്ര ഫേമസ് ആക്കി കൊണ്ടുവന്നത് ഈ DC Comics എന്ന് പറയുന്ന രണ്ട് പബ്ലിഷിംഗ് കമ്പനീസ് ആണ് കേട്ടോ. സൂപ്പർമാൻ വാസ് ക്രിയേറ്റഡ് ബൈ ജെറി സീഗൽ ആൻഡ് ആർട്ടിസ്റ്റ് ജോ ഷെട്ടർ ഇൻ 1938. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് അതിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മുടെ സൂപ്പർമാൻ സീരീസിനെ ക്രിയേറ്റ് ചെയ്തത് ജെറി സീഗൽ ആൻഡ് ജോ ഷട്ടർ ഇൻ 1938-ലാണ് കേട്ടോ. സൂപ്പർമാൻ ഈസ് എ DC കോമിക് സൂപ്പർ ഹീറോ. അപ്പൊ ആദ്യമായിട്ട് സൂപ്പർ ഹീറോ ആയിട്ടാണ് നമ്മുടെ DCയുടെ ഒരു കോമിക് സൂപ്പർ ഹീറോ ആയിട്ടാണ് സൂപ്പർമാനെ പ്രസന്റ് ചെയ്തിട്ട്. whose adventures have also been adapted to radio serials. പിന്നെ അവരുടെ ആ ഒരു അഡ്വഞ്ചേഴ്സ് ഒക്കെ എന്നാണ് പതുക്കെ പതുക്കെ ടെലിവിഷനിൽ വിഷ്വലൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. whose adventures have also been adapted to radio serials, movies and television shows അല്ലെ. അപ്പൊ വിഷ്വലിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഈ ഒരു വർക്കിന്റെ പോപ്പുലാരിറ്റിയോട് കൂടി നമുക്ക് മനസ്സിലാവും. സൂപ്പർമാൻ വാസ് ബോൺ ഓൺ ദ പ്ലാനറ്റ് ക്രിപ്റ്റോൺ and was sent to Earth as a baby in a small spaceship. അപ്പോൾ സൂപ്പർമാന്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂപ്പർമാൻ ഒരു പ്ലാനറ്റില്, ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റില് ഒരു ചെറിയ കുട്ടിയായിട്ട് ജനിച്ചതാണ് അല്ലെ. അപ്പൊ സൂപ്പർമാനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിലാണ്, ഒരു സ്പേസ് ഷിപ്പില് ഒരു ചെറിയ കുട്ടിയാക്കിയിട്ട് ഭൂമിയിലേക്ക് അയക്കുകയാണ്. ജസ്റ്റ് ബിഫോർ ഹിസ് ഹോം പ്ലാനറ്റ് വാസ് ഡിസ്ട്രോയിഡ്. എന്തിനു മുമ്പാണ്, അവരുടെ ആ ഒരു ക്രിപ്റ്റോൺ എന്ന് പറയുന്ന സൂപ്പർമാൻ ജനിച്ച ആ ഒരു പ്ലാനറ്റ് തകരുന്നതിന് തൊട്ട് മുന്നെയാണ് സൂപ്പർമാനെ ഒരു ചെറിയ സ്പേസ് ഷിപ്പിലാക്കിയിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നത്. ഹിസ് സ്പേസ് ഷിപ്പ് ലാൻഡിംഗ് ഫിക്ഷണൽ ടൗൺ ഇൻ റൂറൽ അമേരിക്ക ആൻഡ് ഹി ഈസ് അഡോപ്റ്റഡ് ബൈ ഫാർമേഴ്സ്. അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പ് വന്നെവിടെ വീണത്, എവിടെയാണ് സ്പേസ് ഷിപ്പ് വന്നു വീണത്, ഒരു റൂറൽ ഏരിയയിലാണ് കേട്ടോ. ഒരു നമ്മുടെ ഒരു ഇമാജിനറി ടൗൺ ആയിട്ടുള്ള ഒരു റൂറൽ അമേരിക്കയിലെ ഒരു റൂറൽ ഏരിയയിലാണ് ഈ ഒരു സ്പേസ് ഷിപ്പ് വന്നു വീണുന്നത്. അപ്പോൾ അവര് ഒരു രണ്ട് പാരന്റ്സ്, പിന്നീട് സൂപ്പർമാന്റെ പാരന്റ്സ് എന്നറിയപ്പെടുന്ന ഇവരാണ് കേട്ടോ. ആരൊക്കെയാണ്, ജോനാഥൻ ആൻഡ് മാർത്ത കെന്റ്, ഹു നെയിംഡ് ഹിം ക്ലാർക്ക് കെന്റ്. അപ്പോൾ ഈ രണ്ട് ആളുകൾ, ജോനാഥനും മാർത്തയും ഈ കുട്ടീനെ എടുക്കുന്നു. അവൻ എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു, ക്ലാർക്ക് കെന്റ് എന്ന പേര് നൽകി അവനെ വളർത്തുകയാണ്. Eventually he develops superhuman strength and abilities, and his foster parents advised him to use his abilities to serve the humanity, and he became a vigilant crime fighter. അപ്പോൾ ഇവന്റെ ഈ പാരന്റ്സ് ആണ് നിങ്ങളോട് പറയുന്നത്, നിന്റെ ഈ ഒരു സൂപ്പർ ഹ്യൂമൻ കഴിവുകൾ അല്ലെ, അവൻ ചെറിയ ചെറിയ സൂപ്പർ ഹ്യൂമൻ കഴിവുകളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ഹ്യൂമൻ കഴിവുകളൊക്കെ എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം, നിന്റെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുന്നെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് സൂപ്പർമാൻ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആ ഒരു കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു സൂപ്പർമാനിലുള്ള ഓരോ കാര്യങ്ങളും. ഓക്കെ, ഇനി എന്താണ്, ഹി ചേഞ്ചസ് ഇൻ ടു എ കളർഫുൾ കോസ്റ്റ്യൂം ആൻഡ് ബിക്കം ദ സൂപ്പർമാൻ വെൻ ഫൈറ്റിംഗ് ക്രൈം. പിന്നീട് സൂപ്പർമാൻ ആയിട്ട് ഒരു ഈവിൾ തിന്മയ്ക്കെതിരെ
ഫൈറ്റ് ചെയ്യുമ്പോൾ ആ സൂപ്പർമാന്റെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് പിന്നീട് വരുന്നത്. The normal guy Clark Kent worked as a journalist for the Daily Planet and he was a love interest. Lois Lane, who is a fellow journalist. Superman was not the first superhero character, but he was able to popularize the archetype of the superhero and he became the standard and was to become the best-selling superhero character in American comics books right up to the 1980s. അപ്പൊ നമ്മുടെ ഈ സൂപ്പർമാൻ എന്താ ചെയ്തത്? സൂപ്പർമാന്റെ ആ ഒരു ബുക്കോട് കൂടി നമ്മുടെ സൂപ്പർമാന്റെ സീരീസ് വളരെ ആയിട്ട് പിന്നീട് അറിയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പിന്നീട് ആ ഒരു ആദ്യമായിട്ട് ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ജോണർ അല്ലെ, അതിനെ പിന്നീട് എന്താ വളരെയധികം പോപ്പുലറൈസ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റ് ഓഫ് വർക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ഒരു കോമിക് അല്ലെങ്കിൽ ഒരു സൂപ്പർമാൻ സീരീസ് പിന്നീട് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ സൂപ്പർമാൻ മാത്രമാണോ നമ്മുടെ ഒരു സൂപ്പർ ഹീറോ? അല്ല, പിന്നീട് എന്തുണ്ട്, നമുക്ക് ഒരുപാട് അതിനുശേഷം ഒരുപാട് ആ ഒരു ജോണറിൽ ഒരുപാട് പോപ്പുലർ വർക്കുകൾ നമ്മുടെ ഒരു വിഷ്വൽ റീഡ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? സൂപ്പർമാൻ ഫിലിം 1978 അല്ലെ, പിന്നെ എന്താണ്, സ്റ്റാറിംഗ് ക്രിസ്റ്റഫർ റിവേഴ്സ് ബിക്കം ദ മോസ്റ്റ് സക്സസ്ഫുൾ സൂപ്പർമാൻ ഫീച്ചർ ഫിലിം. സൂപ്പർമാൻ വാസ് ഫോളോഡ് ബൈ സൂപ്പർമാൻ 2, 3 അല്ലെ. സൂപ്പർമാൻ 1 വന്നു, 2 വന്നു, 3 വന്നു. അതിനുശേഷം സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, സൂപ്പർമാൻ 4 വന്നിട്ടുണ്ട്, ദ ക്വസ്റ്റ് ഫോർ പീസ് വന്നിട്ടുണ്ട്, ദ സൂപ്പർമാൻ റിട്ടേൺസ് വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് സൂപ്പർമാൻ സീരീസുകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ എന്താണ്, the success of the Superman comics and films spawned a new industry. അപ്പോൾ ഈ ഒരു സൂപ്പർ ഹീറോയുടെ വരവോട് കൂടി ഈ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് പോപ്പുലർ ആക്കാൻ സാധിച്ചു. അത് പിന്നെ എന്താണ്, അവരുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഒരുപാട് സൂപ്പർ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? ബാറ്റ്മാൻ ആൻഡ് റോബിൻ, വണ്ടർ വുമൺ, പിന്നെ പ്ലാന്റ്സ്മാൻ, ഗ്രീൻ ലാന്റേൺ ആൻഡ് ഫ്ലാഷ് എമംഗ് ദ സൂപ്പർ ഹീറോ ഫോളോഡ് ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് സൂപ്പർമാൻ. അപ്പൊ ആ സൂപ്പർമാൻ സീരീസിന് ശേഷം നമുക്ക് ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ കഥകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു വിഷ്വൽ പോപ്പുലർ ലിറ്ററേച്ചറിനെ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും എന്നതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്, ഒരു യങ് അഡൾട്ട് ലിറ്ററേച്ചർ അല്ലെ. അതായത് ഒരു വലിയ ആളുകളുടെ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ലിറ്ററേച്ചർ എങ്ങനെയാണ് ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അത് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നോക്കാം. എങ്ങനെയാണ്? യങ് അഡൾട്ട് ലിറ്ററേച്ചർ വാസ് എ സബ് സെറ്റ് ഓഫ് അഡോളസെന്റ് ഓർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മുടെ ഈ ഒരു അഡോളസെന്റിന്റെയും ചിൽഡ്രന്റെയും ലിറ്ററേച്ചറും ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സെറ്റ് ആയിട്ട് വരുന്ന പുതിയൊരു ജോണർ, ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഈ അഡൾട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. It has been considered a separate category in recent times. ഇന്നത്തെ കാലത്ത് ചിൽഡ്രൻ ലിറ്ററേച്ചർ ഉണ്ട്, അഡോളസെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡൾട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് ഉപയോഗത്തിലുണ്ട്. This is because childhood, a socially constructed category, comes under certain predominant tropes such as children as innocent, children as vulnerable beings, or children as wise years uncontaminated by the constraining rational knowledge of the adult world. Critics of childhood studies say that this was not always the case. അപ്പൊ എന്തുകൊണ്ടാണ്? ചിൽഡ്രൻസിന്റെ ഒരു നേച്ചർ വേറെയാണ് അല്ലെ, അവരുടെ ഒരു എന്താണ് ഒരു വൾണറബിൾ അല്ലെങ്കിൽ അവർക്ക് ഒരു വയസ്സായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഒരു വേറെ ഒരു കാറ്റഗറിയാണ്, അവരുടെ ഒരു വേറെ ഒരു ലോകമാണ്. അപ്പൊ അവരുടെ നിന്ന് വളരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഡൾട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫിലിപ്സ് എരിസ്, ഹു സ്റ്റഡീസ് how attitudes to children have changed over time. അപ്പൊ എന്ത് വേണം, കുട്ടികളുടെ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് അഡൽട്ടിന്റെ അല്ലെ, അതായത് മുതിർന്ന ആൾക്കാരുടെ. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? വർഷങ്ങൾ കഴിയുന്നതോറും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറി അഡോളസെന്റ് പീരീഡിലെത്തും, അഡോളസെന്റിന്റെ ആറ്റിറ്റ്യൂഡ് മാറി അവര് അഡൾട്ടിലേക്ക് എത്തും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ഡിഫറൻഷിയേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫിലിപ്പ് എരിസ് പറയുന്നത് thereby creating the category of childhood says that in medieval society as soon as the child would live without the constant solitude of his mother, his nanny or his cradle rocker, he belonged to the adult society. എപ്പോഴാണോ കുട്ടി അവന്റെ അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ നാനിയുടെ മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ഒരു ക്രാഡിലിന്റെ ഹെൽപ്പ് ഇല്ലാതെയൊക്കെ എപ്പോഴാണോ എത്തുന്നത്, അപ്പോഴത്തേക്കും അവൻ എന്തായി മാറുന്നുണ്ട്, അവനൊരു അഡൽട്ടിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. അഡൽട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നു. പിന്നെ എന്താണ്?
Attitudes regarding childhood, child regaining and families changed divisively in the 16th century with the emergence of capitalism. അപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ വരവോടുകൂടി ഈ ഒരു അഡൾട്ട് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി പതിയെ ഡെവലപ്പ് ചെയ്തു അല്ലെ. ചൈൽഡ്ഹുഡും അതുപോലെ ചൈൽഡ് ലിറ്ററേച്ചറും ഒക്കെ പതിയെ ഒന്ന് മങ്ങി തുടങ്ങി, പകരമായിട്ട് അഡൾട്ടിന്റെ ലിറ്ററേച്ചർ കുറച്ചും കൂടെ ഉയർന്നു വന്നു തുടങ്ങി. His study shows that childhood is socially and culturally constructed category and the prevalent attitudes towards childhood in a specific age are symptomatic or some cultural and social discourses. അപ്പോൾ ചൈൽഡ്ഹുഡ് കാലഘട്ടം എന്നാണ് ഒരു പ്രത്യേക തരം നമ്മൾ കാറ്റഗറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ഓവർ ടൈമിൽ അല്ലെ, നമ്മളിപ്പോ പറഞ്ഞോളൂ ഓവർ ദ ഇയേഴ്സിൽ അത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസിന് എപ്പോഴും മാത്രമായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 19th സെഞ്ചുറി ഒക്കെ കഴിഞ്ഞു ഒരു 20th എത്തിയപ്പോൾ ഇൻ ദ ഏർലി 20th സെഞ്ചുറി critics started establishing a difference between childhood and adolescence. According to Carrion Coates, the term adolescence comes from the Latin word adolescent, which means to mature or become established. നമ്മുടെ 20th സെഞ്ചുറി ആയപ്പോൾ നമ്മുടെ ഈ അഡോളസെന്റ് പീരീഡ് അല്ലെങ്കിൽ അഡോളസെന്റ് ലിറ്ററേച്ചർ കുറച്ചും കൂടി ശക്തി ആർജിച്ച ഒരു കാലഘട്ടമാണ് കേട്ടോ. അപ്പൊ അഡോളസെന്റ് എന്ന വാക്ക് എന്താണ്? കുറച്ചും കൂടി മെച്യൂർ എന്നൊരു വാക്കാണ് അഡോളസെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Earlier critics related this stage of life with volatile behavior, mood disruptions and conflict with the parents, etc. അപ്പൊ നമ്മുടെ ക്രിട്ടിക്സ് ഒക്കെ ഇതിന് ഈ ഒരു പീരീഡിനെ, ഈ അഡോളസെന്റ് പീരീഡിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രായം എന്ന് പറയുന്നത് വൊളാറ്റൈൽ ബിഹേവിയർ, അതായത് എപ്പോഴും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അതുപോലെ മൂഡ് ഡിസ്ട്രപ്ഷൻസ് അല്ലെ, എപ്പോഴും മൂഡ്സ് ഒക്കെ മാറി ഭയങ്കര എല്ലാ തരത്തിലുള്ള വികാരങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അതുപോലെ തന്നെ എന്താണ്, കോൺഫ്ലിക്റ്റ് വിത്ത് പാരന്റ്സുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉള്ള ഒരു പീരീഡാണ് ഈ ഒരു അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ കേറ്ററിംഗ് ടു ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്യാപ്ചേഴ്സ് the journey of growing up and the conflict between the demand of society and the development of a unique individual self. അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ എന്താണ്, ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സെൽഫിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു അഡോളസെന്റ് ലിറ്ററേച്ചറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Besides, they also provide imaginative releases and wish fulfillment through fantasy and indoctrinate certain social and cultural norms. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഈ ഒരു അഡോളസെന്റ് ലിറ്ററേച്ചറിൽ ഉണ്ട്. Several dominant social literary narratives including the Bildungsroman invest a lot of faith in the idea of natural growth of children, according to which children are expected to grow up to become socially informed adults. Adolescence is an interim period wherein children receive training which is meant to equip them for an adult world. അപ്പോൾ പറയുന്നത് എന്താണ്, ഈ ഒരു ചിൽഡ്രൻ എന്നൊരു പ്രായത്തിൽ നിന്നും ഒരു പക്വതയിലേക്ക് എത്തി അല്ലെ, അഡോളസെന്റ് എന്ന് വെച്ചാൽ മെച്യൂരിറ്റിയാണ് അല്ലെ. അപ്പൊ ആ മെച്യൂരിറ്റിയിലേക്ക് എത്തി അഡൾട്ടിന്റെ ഒരു വേൾഡിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പടികളാണ് ഈ ഒരു അഡോളസെന്റ് പീരീഡ് എന്നാണ് ഇവര് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, the age bracket of the readership is one of the significant markers of defining young adult literature. അപ്പൊ നമ്മുടെ ഈ ഒരു അഡൾട്ട് ലിറ്ററേച്ചറിനെ ഈ പോപ്പുലർ ലിറ്ററേച്ചർ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അഡൾട്ടിലെ റീഡേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. While there is no single authoritative understanding of which constitute this genre, several societies have identified certain salient features. Bushman and has defined it as a literature for and about adolescence, while Stephen argues that it is a story that tackles the difficult and oftentimes adult issues that arise during the adolescent journey towards identity. അപ്പൊ അവര് ഈ ഒരു അഡൾട്ട് ലിറ്ററേച്ചറിനെ കാണുന്നത് എന്താണ്, അഡൾട്ട് ലിറ്ററേച്ചർ നമ്മുടെ ഈ ഒരു അഡോളസെന്റ് പീരീഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു അഡൾട്ട് കാലഘട്ടത്തിലേക്കാണ്. ഈ ഒരു അഡൾട്ട് ലിറ്ററേച്ചറിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നാണ് അവരുടെ ക്രിട്ടിക്സ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഡിജിറ്റൽ ടെക്സ്റ്റസ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ നേരത്തെ വിഷ്വലിന്റെ കാര്യം പറഞ്ഞു അല്ലെ. വിഷ്വല് നമ്മൾ കുറച്ച് ഫിലിമൊക്കെ പോലെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഉള്ളതാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഡിജിറ്റൽ ടെക്സ്റ്റ് അല്ലെ. ഡിജിറ്റൽ ടെക്സ്റ്റ് ആൻഡ്
പോപ്പുലർ ലിറ്ററേച്ചർ. ഡിജിറ്റൽ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് നമ്മൾ മൊബൈലിലൂടെ ഒക്കെ നമ്മൾ വായിക്കും അല്ലെ, നമ്മൾ ടെക്സ്റ്റുകളൊക്കെ ഇപ്പൊ നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആണ്. അപ്പൊ അതും എന്താണ്, ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ പറയാം, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഹാസ് റെവല്യൂഷണൈസ്ഡ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ലിറ്റററി വർക്ക്സ് അല്ലെ. ട്രാൻസ്ഫോർമേഷൻസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് existing forms or genres of writing have been revised and revamped by using technology, and a distinct field called electronic literature has emerged. അപ്പോൾ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടി പോപ്പുലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് എമർജ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, മൊബൈലിൽ കൂടി നമുക്ക് ടെക്സ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. PDF ആയിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ അത് ഉപയോഗപ്പെടുത്താം. Instant data sharing has changed the publishing industry അല്ലെ. അപ്പൊ ഈ ഇൻസ്റ്റന്റ് ഡാറ്റ ഷെയറിംഗ് ഒക്കെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. It has revolutionized the way people read and write. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ എഴുത്തും വായനയും ഒക്കെ ഈ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വന്നതോടുകൂടി, ആ ഒരു കാറ്റഗറി വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. This has produced new style of writing such as internet blogs, where individuals regularly upload content belonging to a broad range of writing. അപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് ബ്ലോഗുകൾ ഉണ്ട് അല്ലെ, അതായത് അവരുടെ അഭിപ്രായങ്ങൾ അതുപോലെ സ്റ്റോറീസ് നോവൽസ് ഒക്കെ അവര് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും അല്ലെ. നമ്മൾ ഫിലിംസും സീരിയൽസും ഒക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് റീഡ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അതും എന്താണ്, ഈ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒക്കെ മാറി. എന്തിനാണ്? അവരുടെ റീഡേഴ്സിനെ ഒന്ന് എന്തിനാണ്, അവർക്കൊരു സംതൃപ്തി, അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. അണ്ടർ ജോണേഴ്സ് ലൈക്ക് മൈക്രോ ഫിക്ഷൻ ഹാവ് ഗെയിൻ പോപ്പുലാരിറ്റി. സ്മോൾ പീസ് ഓഫ് റൈറ്റിംഗ് ഐഡിയൽ ഫോർ ഷെയറിംഗ് ആൻഡ് റീഡിംഗ് ഓൺ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസ് ആർ ബിക്കമിങ് പോപ്പുലർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ വായിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഇപ്പോൾ എന്താണ്, വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അല്ലെ. Some of the most iconic book of popular literature in the recent years have been self-published. 50 Shades of Grey, E.L. James was originally featured as a piece of fan fiction. Other examples included Andy Weir's The Meriton, which started as a blog and later went to become a literary bestseller and a successful Hollywood movie. Rupi Kaur's Milk and Honey, a collection of digital poems which were originally shared on social media platform. അപ്പോൾ ഈ പറഞ്ഞ വർക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ളതാണ് അല്ലെ, വളരെ പോപ്പുലർ ആണ്. അപ്പോൾ നമ്മുടെ ഈ പോപ്പുലർ ലിറ്ററേച്ചറിനെ കുറച്ചും കൂടി എല്ലാവരിലേക്കും പബ്ലിഷ് ചെയ്യിക്കാനും എമർജ്ഡ് ആയിട്ട് വരാനും എന്ത് സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് ലിറ്ററേച്ചർ ഹാസ് നൗ ബീൻ എ റിച്ച് ബോഡി ഓഫ് റൈറ്റിംഗ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റൈറ്റിംഗ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് റൈറ്റിംഗ് ആണ്. ഇറ്റ് ക്യാൻ ഫർദർ ബി ഡിവൈഡഡ് ഇൻടു കാറ്റഗറീസ് ലൈക്ക് ഹൈപ്പർ ടെക്സ്റ്റ് ഫിക്ഷൻ, which is characterized by linking structures, and interactive fiction, which has no longer games elements and narrative elements. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ഫിക്ഷൻ എന്ന് പറയുന്നതൊക്കെ എന്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് എന്ത് പറയാം, Journal is one of such immensely popular online platform where fans often transform their favorite books into different kinds of creative pieces and publish them online. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള വർക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ആക്കിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോലെയൊക്കെ ആക്കിയോ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവര് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതും എന്താണ്, നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് എന്നതിനെ കുറിച്ച് പോപ്പുലർ ലിറ്ററേച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ എന്താണ്, ജെൻഡർ പൊളിറ്റിക്സ് ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ. നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഫീമെയിൽ ജെൻഡർ ഇക്വാളിറ്റി അത് നമ്മൾ പറയാനുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇതൊന്നും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. എന്തൊക്കെയാണ് In the 21st century, popular literature shows the paradigm shift with regards to gender and sexuality. Popular literature has always played a crucial role in establishing and questioning social gender norms. അപ്പോൾ ഈ പോപ്പുലർ ലിറ്ററേച്ചർ ഈ ഒരു ജെൻഡർ നോംസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. Which features അല്ലെ Chick-lit, which features single women in their 20th or 30s living in urban metropolis and managing the demands of a professional career and personal relationship.
is one subgenre of popular fiction that has become popular in the last few decades. It is a departure from the more traditional representations of women tinged with passivity and domesticity. Klitschko presents women as independent, ambitious, and romantic partners. However, Klitschko has been criticized as formulated trashy literature. അപ്പൊ നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിൽ ഈ ഒരു ലേഡീസിന്റെ സ്ഥാനം അല്ലെ ജെൻഡർ റോൾസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ലേഡീസിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടുള്ള വർക്കുകളുണ്ട് അവരെ ജസ്റ്റ് ഒരു കമോഡിറ്റി ആയിട്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന വർക്കുകളും ഉണ്ട് അല്ലെ അതുപോലെ ജസ്റ്റ് ഒരു റൊമാൻസിനെ ഒരു സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് പോലെ അല്ലെ അങ്ങനെ മാത്രം ചിത്രീകരിക്കുന്ന വർക്കുകളും ഉണ്ട് അപ്പോൾ ജെൻഡർ റോൾസും ജെൻഡർ ലിറ്ററേച്ചറും എന്നാണ് വളരെയധികം പോപ്പുലർ ലിറ്ററേച്ചർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ മോസ്റ്റ് ഓഫ് ദ ക്രിറ്റിസിസം ഫോക്കസ് ഓൺ ലിറ്റററി മെറിറ്റ് ഓഫ് സച്ച് നോവൽസ് അല്ലെ അവര് അതിന്റെ ഒരു മെറിറ്റ്സ് മാത്രമാണ് എപ്പോഴും നോക്കാറ് അല്ലെ അതിന്റെ ഡിഫക്റ്റ് ആരും അപ്പോൾ നോക്കാറില്ല but it is more productive on study the reflections of gender politics on the present age. Ticket's popularization has been analyzed as a refeminization leading to the formation of a woman culture as it functions as a commodified genre of intimacy. Allows women to share their experiences with others and develop a collective feelings and emotions. These writings also raises questions and the status of feminism as a political philosophy. It is rather more invested in portraying a real struggle faced by women. അപ്പോൾ വുമൻസിന്റെ ശരിക്കുള്ള സ്ട്രഗിൾസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വളരെയധികം പോപ്പുലർ ലിറ്ററേച്ചർ വർക്കുകളുണ്ട് അതിലൊക്കെ നമുക്ക് വുമൻസിന്റെ ജെൻഡർ റോൾസ് വളരെയധികം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും അല്ലെ ദിസ് ഈസ് ഓൾസോ റിസോണന്റ് ഓഫ് പോസ്റ്റ് ഫെമിനിസം ഡിഫൈൻഡ് ആസ് എ സെൻസിബിലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വേരിയസ് ഇന്റർറിലേറ്റഡ് തീംസ് concerning gender relations. It aims to present the female experience while also raising issues about sexuality and identity. അപ്പോൾ ഫീമെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് ഐഡന്റിറ്റിയെ കുറിച്ച് റേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് റൈറ്റിംഗ്സ് ഒക്കെ എന്തിലുണ്ട് നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചർ ടുഡേ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ആ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് നമ്മുടെ ഒരു ജെൻഡർ റോൾസ് നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന ആ ഒരു ഇത് തന്നെ നമുക്കൊന്നും എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാമേ അപ്പൊ നിങ്ങൾ പേജ് നമ്പർ ഇവിടെ 21 എടുക്കുക കേട്ടോ പേജ് നമ്പർ 21 ഇവിടെ ജെൻഡർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ജെൻഡർ ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഫെമിനിസ്റ്റ് തിയറി ആർഗ്യൂസ് there is lack of presentation of women and female experiences in popular literature അപ്പൊ നമ്മുടെ ഫെമിനിസ്റ്റ് തിയറീസ് ഒക്കെ പറയുന്നത് ഇവിടെ വുമൻസിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ വുമൻ ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നതിൽ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം ഓക്കെ പോപ്പുലർ ലിറ്ററേച്ചറിൽ സംടൈംസ് women find representation in the form of hacked stereotypes which propagate patriarchal mindset അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിനെ കുറിച്ചാണ് എപ്പോഴും നമ്മുടെ വർക്കുകളിലൊക്കെ കൂടുതലായിട്ടും പറയുന്നത് അല്ലെ ലേഡീസിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രമാണ് അവർ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഫീമെയിൽസിന് അത്രയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഫെമിനിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് വുമൻസ് ആർ ഐദർ പോർട്രേഡ് ആസ് ഒബ്ജക്ട്സ് ഓഫ് സെക്ഷൽ അറ്റൻഷൻ ഓർ ആസ് പെർഫോമേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ലേബർ അപ്പൊ സ്ത്രീകളെ എങ്ങനെ മാത്രമാണ് ലിറ്ററേച്ചറിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പോപ്പുലർ ലിറ്ററേച്ചറിലൊക്കെ എങ്ങനെയായിരുന്നു ഒരു സെക്ഷുവാലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് തിങ്സിന് വേണ്ടി മാത്രമുള്ളത് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ വേണ്ടി മാത്രമുള്ളത് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് They are confined to the household and their role in the public domain remains marginal and ineffectual. They say dictative fiction has been called a male-based genre where a woman's role is often reduced to the victim or the occasional love interest. ഇനി ഒരു ഡിക്റ്റേറ്റീവ് സ്റ്റോറി എടുക്കുകയാണെന്നിരിക്കട്ടെ അവിടെയും എന്താണ് അവിടെ വുമൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ പക്ഷെ അവരെന്തായിരിക്കും ഒന്നെങ്കിൽ ആ ഒരു ഡിറ്റക്റ്റീവിന് ഒരു ഒക്കേഷണൽ ആയിട്ട് അവരുടെ ആ ഒരു എന്താണ് കാര്യം അവിടെ പോയിരിക്കണം
നീ വന്നേ അപ്പൊ അവിടെ പോയിരിക്കാനേ. പിന്നെന്താ പറയുന്നത്, ഒബ്ജക്ട്സ് ഓഫ് സെക്ഷൽ അറ്റൻഷൻ ഓർ ആസ് പെർഫോമേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ലേബർ, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യാനായിട്ട് അല്ലെ, അങ്ങനെ ഒരു രീതിയിൽ മാത്രമാണ് ലേഡീസിനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ദേ ആർ കൺഫൈൻഡ് ടു ദ ഹൗസ് ഹോൾഡ് ആൻഡ് ദെയർ റോൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ റിമെയിൻസ് മാർജിനൽ ആൻഡ് ഇന്റലക്ച്വൽ. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു റോളൊന്നുമില്ല, ജസ്റ്റ് ഒരു കമോഡിറ്റി ആയിട്ട് മാത്രം സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നു അല്ലെ. They say detective fiction has been called a male-based genre, where a woman's role is often reduced to the victim or the occasional love interest. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റൊമാൻസ് പ്ലേയിൽ അതൊക്കെ എടുക്കുകയാണെങ്കിൽ വുമൻസിന്റെ റോൾ എന്താണ്, അവർ ജസ്റ്റ് ഒരു ലവിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിക്റ്റിമാണ്, ഒരു റേപ്പിന്റെ വിക്റ്റിമായിട്ട്, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് സ്ത്രീകളെ പ്രസന്റ് ചെയ്യുന്നത്. The detective fiction had been dominated largely by female writers like Agatha Christie and Dorothy Sayers, but the visibility and representation of female characters remain rather skewed in the romance genre also. The female protagonist is shown as a young virginal heroine obsessed with finding romantic love. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ഒരു റൊമാൻസിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വുമൻസിനെ, ഒരു യങ് വെർജിൻ ഗേൾ അല്ലെ ഹീറോയിൻ, അതിനെ വേണ്ടി മാത്രം ഒന്ന് പ്രസന്റ് ചെയ്യുക, അല്ലാണ്ട് ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടോ അവരുടെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ പറഞ്ഞ നോവലുകളിൽ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. The detective fiction had been dominated largely by female writers like Agatha Christie and Dorothy Sayers, but the visibility and representation of female characters remained rather skewed. അപ്പോൾ ഫീമെയിൽ റൈറ്റേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു വർക്കിലൊന്നും അത്രയധികം ഫീമെയിൽ റൈറ്റേഴ്സിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലെ. The spy thriller sexuality is the female body and make it available to the male gaze. The cinema, Laura Mulvey argues, objectifies the female body for the pleasure of male viewer. അപ്പോൾ സിനിമയിലാണെങ്കിൽ എന്താ നമ്മൾ കാണുന്നത്, ഒരു ഫീമെയിൽ ബോഡീനെ കാണിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്, സെക്ഷുവാലിറ്റിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു മെയിലിന്റെ വ്യൂവറിന്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്. നമ്മൾ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഫീമെയിലിനെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മെയിൽ വ്യൂവറിന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. Therefore, a major strand of feminist criticism has argued that by underrepresenting and misrepresenting women characters and female critic issues, popular culture further gender inequality and patriarchal ideologies. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തുണ്ട്, പോപ്പുലർ ലിറ്ററേച്ചറിലും വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കും. Some feminist critics say popular culture should be used as a tool of resistance against the dominant patriarchal order. അപ്പൊ കുറച്ച് ക്രിട്ടിക്സ് പറയുന്നത് എന്താണ്, നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഒരു ജെൻഡർ ഇക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു ജെൻഡർ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു മെയിൽ ഫീമെയിൽ ഒരു വേർതിരിവ് നമ്മുടെ ലിറ്ററേച്ചറിലും ഒരുപാടുണ്ട്. അപ്പൊ അതിനെതിരെ എന്ത് വരണം, ഈ പോപ്പുലർ ലിറ്ററേച്ചർ അതൊരു ഡോമിനന്റ് ആയിട്ട് എടുക്കണം അല്ലെ. പാട്രിയാർക്കലിന്റെ ആ ഒരു ആൺ മേധാവിത്വത്തിന് എതിരെ നോവലുകളിലും അവരുടെ ക്യാരക്ടേഴ്സിനും ഒക്കെയുള്ള ആൺ മേധാവിത്വത്തിനെതിരെ എന്ത് വേണം, നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചർ അതിനൊരു ഇതായിട്ട് എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, അടുത്ത പറയുകയാണെങ്കിൽ Michael Barrett says that feminists must try to influence mass media and reach a wider audience by creating a distinctively feminine mode of expression. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈക്കിൾ ബാരറ്റ് പറയുന്നത്, നമ്മുടെ ഫെമിനിസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ മാസ് മീഡിയ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കണം. എങ്ങനെയാണ്, ടു റീച്ച് എ വൈഡർ ഓഡിയൻസ് ബൈ ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിങ്ക്റ്റീവ്ലി ഫെമിനിൻ മോഡ് ഓഫ് എക്സ്പ്രഷൻ. നമ്മുടെ ഒരു ഫെമിനിൻ മോഡ് ഓഫ് എക്സ്പ്രഷൻ വരണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഓഡിയൻസിനെ കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യണമെങ്കിൽ, അവർക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഒക്കെ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി നമ്മുടെ ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറും കൂടുതൽ മാസ് മീഡിയയെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ഒരു മൈക്കിൾ ബാരറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെൻഡർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് പോപ്പുലർ ലിറ്ററേച്ചർ എന്നൊരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് ഒരുപാട് വൺ വേർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ നല്ലോണം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഹു എസ്റ്റാബ്ലിഷ്ഡ് എ ബൈനറി ബിറ്റ്വീൻ പോപ്പുലർ ആൻഡ് കൾച്ചർ. പോപ്പുലറും കൾച്ചറും എന്ന രണ്ട് വാക്യങ്ങളെ തമ്മിൽ രണ്ട് ബൈനറി, അവർക്ക് ഒരു രേഖകൾ അല്ലെങ്കിൽ രണ്ടും രണ്ടാണെന്ന് ഒരു പ്രസ്താവന നടത്തിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മാത്യു അർണോൾഡ് ആണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കേട്ടോ. ഹു റോട്ട് കൾച്ചർ ആൻഡ് അനാർക്കി 1869. അനാർക്കി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചത്. അതും ആരാണ്? മാത്യു അർണോൾഡ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്ത എന്താണ്? വിച്ച് സ്കൂൾ കോയിൻഡ് ദ ടേം കൾച്ചർ ഇൻഡസ്ട്രി. കൾച്ചർ ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. പോപ്പുലർ കൾച്ചറിനെ സിനിമ, അതുപോലെ മ്യൂസിക്, ടെലിവിഷൻ സീരീസ്, അങ്ങനെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കൾച്ചർ ഇൻഡസ്ട്രി. ഏത് സ്കൂളാണ്? ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെ. ഫ്രാങ്ക്ഫർട്ട് സ്കൂളാണ് നമ്മുടെ ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ടേം കോയിൻ ചെയ്തത്. Which approach encouraged experimentation in writing practices and rejected the supremacy of established canonical forms of literature. അപ്പോൾ ഈ കാനോനിക്കൽ ലിറ്ററേച്ചറിന്റെ ഒരു ആധിപത്യത്തെ റിജക്ട് ചെയ്തത് ഏത് ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ്? ഏതാണ്? പോസ്റ്റ് മോഡേൺ സ്കൂളാണ് നമ്മുടെ കാനോനിക്കൽ റൈറ്റേഴ്സിനെയൊക്കെ റിജക്ട് ചെയ്തത്. Who defines the comic form as juxtaposed pictorial and other images in deliberate sequence? എങ്ങനെ കുറച്ചും കൂടെ ജാഗ്രത ഉള്ള ഇമേജസ് ഒക്കെ വേണം എന്ന ഒരു അഭിപ്രായത്തിൽ കൊണ്ടുവന്ന ആരാണ്? ആരുടെ അഭിപ്രായമായിരുന്നു അത്? ആരുടെയാണ്? സർ സ്കോട്ട് മക്ഡൊണാൾഡിന്റെ ആയിരുന്നു ആ ഒരു അഭിപ്രായം. അടുത്താണ് ഹു ബ്രോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് കോമിക്സ് ദ ഇൻവിസിബിൾ ആർട്ട്. അണ്ടർസ്റ്റാൻഡിംഗ് കോമിക്സ് ദ ഇൻവിസിബിൾ ആർട്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള ആരാണ്? സ്കോട്ട് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. സ്കോട്ട് മക്ഡൊണാൾഡ് ആണ് എഴുതിയിട്ടുള്ളത്. ഹു ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ യെല്ലോ കിഡ്. യെല്ലോ കിഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത് ആരാണ്? റിച്ചാർഡ് എഫ് ഔട്ട്കാൾട്ട് ആണ് എഴുതിയിട്ടുള്ളത്. The beginning of the golden age of the comic book is said to have been in 1938 അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ഗോൾഡൻ ഏജ്, കോമിക് ബുക്സിന്റെ ഒരു സ്വർണ്ണ കാലഘട്ടം അല്ലെങ്കിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ബുക്കിന്റെ വരവോട് കൂടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബുക്കിന്റെ വരവോട് കൂടിയാണ്? സൂപ്പർമാൻ സീരീസ് അല്ലെ. ദ ഡിബേറ്റ് ഓഫ് ദ സൂപ്പർമാൻ സീരീസ്. സൂപ്പർമാൻ സീരീസിന്റെ വരവോട് കൂടിയാണ് കോമിക് ബുക്സിന്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. എന്നാണ്? 1938 കേട്ടോ. ഇനി അടുത്ത എന്താണ്? സൂപ്പർമാൻ വാസ് ബോൺ ഓൺ ദ പ്ലാനറ്റ്. സൂപ്പർമാൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന പ്ലാൻ ഏതാണ്? ക്രിപ്റ്റോൺ എന്ന് പറയുന്ന പ്ലാനറ്റിലാണ് ജനിച്ചു എന്ന് പറയപ്പെടുന്നത്. അടുത്ത എന്താണ്? ഹു വെയർ ദ ഫോസ്റ്റർ പാരന്റ്സ് ഓഫ് സൂപ്പർമാൻ. സൂപ്പർമാനിന്റെ വളർത്തു മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? സൂപ്പർമാനെ ഭൂമിയിലേക്ക് അയച്ചതാണല്ലോ സ്പേസ് ഷിപ്പില്. അപ്പൊ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലാണ് ആ സ്പേസ് ഷിപ്പ് പോയി വീഴുന്നത്. അപ്പൊ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിട്ട് അറിയപ്പെടുന്നത്? ആരൊക്കെയാണ്? ജോനാഥൻ ആൻഡ് മാർത്ത കെന്റ് എന്നാണ് ആ പാരന്റ്സിന്റെ പേര്. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ദ ഫസ്റ്റ് ബിഗ് ബഡ്ജറ്റ് സൂപ്പർമാൻ ഫിലിം സ്റ്റാർഡ്. ആദ്യത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ ഫിലിം 1978 ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫിലിമില് അഭിനയിച്ചിട്ടുള്ളത് ആരാണ്? ക്രിസ്റ്റഫർ റീവ്സ് ആണ് ആ ഒരു സൂപ്പർമാൻ ഫിലിമില് അഭിനയിച്ചിട്ടുള്ളത്. അടുത്ത എന്താണ്? ക്യാപ്റ്റൻ മാർവൽ വാസ് എക്സ്ട്രീംലി പോപ്പുലർ സൂപ്പർ ഹീറോ കമ്മിങ് ഡ്യൂറിംഗ് ദ 1940s. ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർമാൻ ഒക്കെ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമിക് സീരീസ് ആയിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്? 1940കളിലാണ് ആ ഒരു കോമിക് സൂപ്പർ ഹീറോ ഇറങ്ങിയത്. കോമിക് കോഡ് അതോറിറ്റി വാസ് ഫോംഡ് ഇൻ 1954. അടുത്ത എന്താണ്? ദ അണ്ടർഗ്രൗണ്ട് കോമിക് മൂവ്മെന്റ് ഈസ് കോൾഡ് ദ കോമിക്സ് മൂവ്മെന്റ്. കോമിക് മൂവ്മെന്റിന്റെ മറ്റൊരു ഇതിന്റെ പേരെന്താണ്? മറ്റൊരു മൂവ്മെന്റിന്റെ പേരെന്താണ്? ദ കോമിക്സ് മൂവ്മെന്റ് എന്നാണ് പേര് കേട്ടോ. ബിൽ ഐസ്നേഴ്സ് എ കോൺട്രാക്ട് വിത്ത് ഗോഡ് വാസ് മാർക്കറ്റഡ് ആസ് എ ഗ്രാഫിക് നോവൽ. ഒരു ഗ്രാഫിക് നോവലിന് എക്സാമ്പിൾ ആണ് ബിൽ ഐസ്നേഴ്സ് എ കോൺട്രാക്ട് വിത്ത് ഗോഡ്. ഓക്കെ. അത് മാർക്കറ്റ് ചെയ്ത ആരാണ്? ഗ്രാഫിക് നോവൽസ് അല്ലെ. അതായത് ഗ്രാഫിക് നോവലില് ഏറ്റവും നല്ല എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് ബിൽ ഐസ്നേഴ്സ് എ കോൺട്രാക്ട് വിത്ത് ഗോഡ് ആസ് എ മാർക്കറ്റ്. അടുത്ത എന്താണ്? സ്പേഗൽമാൻസ് മൗസ് റിസീവ്ഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഇൻ 1992. സ്പേഗൽമാൻ എന്നാണ് പുലിറ്റ്സർ പ്രൈസ് റിസീവ് ചെയ്തത് 1992. അടുത്ത എന്താണ്? ഫിലിപ്പ് എറീസ് ഈസ് എ സോഷ്യൽ ഹിസ്റ്റോറിയൻ. ഫിലിപ്പ് എറീസ് ഏത് മേഖലയിൽ അറിയപ്പെടുന്ന ആളാണ്? ആരാണ്? സോഷ്യൽ ഹിസ്റ്റോറിയൻ എന്നൊരു മേഖലയിലാണ് ഫിലിപ്പ് എറീസ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇത്രയുമാണ് അതിനകത്തുനിന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള
വൺ വേർഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഡിസ്കസ് ദ ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ. നമ്മളിപ്പോ പറഞ്ഞതൊക്കെ തന്നെ കുറച്ചും കൂടെ നമ്മളിപ്പോ വായിച്ചതും ചുരുക്കി തന്നെയാണ്, അത്യാവശ്യമുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഡിസ്കസ് ദ ഹിസ്റ്ററി ഓഫ് പോപ്പുലർ ലിറ്ററേച്ചർ വളരെ ചുരുക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹൗ ഡിഡ് ദ സൂപ്പർമാൻ കോമിക് എമർജ് ചെയ്തു, സൂപ്പർമാൻ എങ്ങനെയാണ് മെർജ് ചെയ്ത് വന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു പേര്, കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വാസ് ഇമ്പാക്ട് ഓഫ് ദ സക്സസ് ഓഫ് സൂപ്പർമാൻ കോമിക് ആൻഡ് ഫിലിംസ് അല്ലെ, സൂപ്പർമാൻ ഫിലിംസ് ഒക്കെ എമർജ് ചെയ്തതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ആ ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വലിയ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും, പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ 3ാമത്തെ ചാപ്റ്ററിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു, അതിനകത്തും ഇതുപോലെ വൺ വേർഡുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ആൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടുപിടിക്കാനായിട്ട്. അതും നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. 3ഉം 4ഉം ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസും ഇതൊക്കെയാണ്, നമ്മൾ അത്ര പരിചയമൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ വരും. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആൻസറും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പഠിച്ചു പോകും. ഇപ്പൊ തന്നെ വായിച്ചു പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതുമായിട്ടൊരു കണക്ഷൻ കിട്ടും. എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ടെക്സ്റ്റ് ഓർക്കാനിരുന്നാൽ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് മുന്നേ തന്നെ എടുക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഏതൊക്കെ ടെക്സ്റ്റുകൾ വരുന്നുണ്ട്? ഫാന്റസി നോവൽസ് ഉണ്ട്, റിയലിസ്റ്റിക് ഉണ്ട്, കണ്ടംപററി നോവൽ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് സെക്ഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 4ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം മനസ്സിലാക്കാനായിട്ട്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്നാലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.